ഹലോ എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മിക്സ്ഡ് അലിഗേഷൻ എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ മിക്സ്ഡ് അലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് മറ്റ് പല ടോപ്പിക്കുകളിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഈസിലി ഈ പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ മിക്സ്ഡ് അലിഗേഷൻ വെച്ച് ചെയ്യുന്ന മറ്റ് പല ടോപ്പിക്കുകളിലുള്ള പ്രോബ്ലംസും ആയിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് വരാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളിൽ നിന്നുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഇന്ന് മിക്സ്ഡ് അലിഗേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ വെൽക്കം ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് സ്റ്റഡി. സോ മിക്സ്ഡ് അലിഗേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. സോ നമുക്കിന്ന് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആവറേജിലെ ഒരു പ്രോബ്ലമാണ്. അതായത് ദ ആവറേജ് ഏജ് ഓഫ് ഓൾ വർക്കേഴ്സ് ഇൻ എ കമ്പനി ഈസ് 45 ഇയേഴ്സ്. ദി ആവറേജ് ഏജ് ഓഫ് 15 വർക്കേഴ്സ് ഈസ് 47 ഇയേഴ്സ്. ആൻഡ് ദി ആവറേജ് ഏജ് ഓഫ് ദ റിമൈനിങ് വർക്കേഴ്സ് ഈസ് 35 ഇയേഴ്സ്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ കമ്പനി. അതായത് ഒരു കമ്പനിയിലെ എല്ലാ വർക്കേഴ്സിന്റെയും ആവറേജ് ഏജ് എന്ന് പറയുന്നത് 45 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 45 എല്ലാ വർക്കേഴ്സിന്റെയും. അപ്പൊ 45 എല്ലാ വർക്കേഴ്സിന്റെയും ആവറേജ് ഏജ്, ടോട്ടൽ വർക്കേഴ്സിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത്. നമുക്കറിയാം മിക്സ്ഡ് അലിഗേഷൻ പ്രകാരം നമ്മൾ ടോട്ടൽ ആവറേജ് നമ്മൾ എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നത്? അതിന്റെ സെൻട്രലായിരിക്കും പ്ലേസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ദ ആവറേജ് ഏജ് ഓഫ് 15 വർക്കേഴ്സ്, 15 വർക്കേഴ്സിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 47 ആണെന്ന് തന്നിട്ടുണ്ട്. ആ 47 നമ്മൾ ടോപ്പിൽ എഴുതി. ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ആ 47 ഇയേഴ്സ് എന്നുള്ളത് എഴുതി. ബാക്കിയുള്ള ആളുകളുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 35 ഇയേഴ്സ് ആണ് അല്ലെ. ആ 35 നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ മിക്സ്ഡ് അലിഗേഷൻ പ്രകാരം നമ്മൾ ഒരു സെറ്റ് ഓഫ് ആളുകളുടെ 15 പേരുടെ ആവറേജ് ഏജ് ഇവിടെ എഴുതി, ബാക്കിയുള്ളവരുടെ ആവറേജ് ഏജ് നമ്മൾ അപ്പുറത്ത് എഴുതി. നടുക്ക് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ആവറേജ് എത്രയാണെന്ന് എഴുതി, ടോട്ടൽ വർക്കേഴ്സിന്റെ ആവറേജ് ഏജ്. ഇനി നമ്മൾ മിക്സ്ഡ് അലിഗേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നമ്മൾ ഇവിടെ എഴുതും, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് ഇവിടെ എഴുതും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? ഇവിടെ 2 വരും. ഇവിടെ എത്ര വരും? 10 വരും. ദാറ്റ്സ് ഈക്വൽ ടു 5:1 എന്ന റേഷ്യോ വരും. 5:1 എന്ന് പറയുന്ന റേഷ്യോ വരും. ഓക്കെ ആണോ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ കമ്പനി അല്ലെ. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ കമ്പനി. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, 15 വർക്കേഴ്സ്, അതായത് ആദ്യത്തെ ആവറേജ് ഏജ്, അതായത് 47 ആവറേജ് ഏജ് ആയിട്ട് ഉള്ളവരുടെ അവർ എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് എത്ര പേരായിരുന്നു? 15 പേരാണെന്ന് നമുക്ക് ക്വസ്റ്റിന് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ. 47 ആവറേജ് ഏജ് ആയിട്ടുള്ള എത്ര പേരുണ്ട് ടോട്ടൽ വർക്കേഴ്സ്? 15 പേരുണ്ട് അല്ലെ. അത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടോട്ടൽ എത്ര പേരുണ്ടെന്നാണ് അല്ലെ. അപ്പോൾ ഈ 5 എന്ന റേഷ്യോ എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആയിരിക്കും? 15 ആളുകൾക്ക് ഇക്വലന്റ് ആയിരിക്കും. അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 5 എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ 5 ന്ന് 15 എത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? into 3 ചെയ്താൽ മതി അല്ലെ. അപ്പോൾ നമുക്കിനി ഇവരുടെ റേഷ്യോ 1 എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നമ്മൾ അപ്പുറം എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര വരും? 3 വരും അല്ലെ. അപ്പോൾ 15 പേരായിരുന്നു ഇപ്പുറത്തുള്ളതെങ്കിൽ അപ്പുറത്ത് എത്ര പേരുണ്ടായിരുന്നു? 3 പേരായിരുന്നു ഉള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 15 + 3 = 18. 18 പേരാണ് ടോട്ടൽ വർക്കേഴ്സ്. അപ്പോൾ ടോട്ടൽ വർക്കേഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാൽ മതി? 18 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവറേജിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. സഞ്ജീവ് ട്രാവൽസ് ഫ്രം എ പ്ലേസ് A to B at a speed of 45 km/h അല്ലെ. ഇത് നമുക്കറിയാം എന്താണ്? ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലെ. ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സഞ്ജീവ് എന്നൊരാള് ആദ്യം എയിൽ നിന്നും ബിയിലേക്ക് പോയത് എത്ര സ്പീഡിലാണ്? 45 km/h സ്പീഡിലാണ്. പിന്നീട് അയാൾ ബിയിൽ നിന്നും സിയിലേക്ക് പോയത് എത്ര km/hലാണ്? 7 km/h സ്പീഡിലാണ്. അയാൾ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാണ്? 275 കിലോമീറ്റർ ആണ്. If the average speed of the Sanjeev is 55 km/h, അയാളുടെ ആവറേജ് ഏജ് 55 km, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 55 km/h ആണെങ്കിൽ in this journey then find the distance between B to C, ബിയിൽ നിന്നും സിയിലേക്ക് പോയ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കറിയാം ആദ്യം അയാൾ എയിൽ നിന്നും ബിയിലേക്ക് പോയി അല്ലെ. എയിൽ നിന്നും ബിയിലേക്ക് പോയ എത്ര സ്പീഡിലായിരുന്നു? 45 km/h
സ്പീഡിലായിരുന്നു അല്ലെ. പിന്നെ അയാൾ പോകുന്നത് ബിയിൽ നിന്നും സിയിലേക്കാണ് അല്ലെ. ബിയിൽ നിന്നും സിയിലേക്ക് അയാൾ എത്ര സ്പീഡിലാണ് പോയത്? 70 km/h സ്പീഡിലാണ് പോയത് അല്ലെ. അയാളുടെ ആവറേജ് സ്പീഡ് എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ്? 55 ആണ് ആണല്ലോ. ഇപ്പൊ നമ്മൾ മിക്സ്ഡ് അലിഗേഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മളെല്ലാം പാറ്റേൺ എല്ലാം റെഡിയാക്കി എഴുതി അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ ഡിഫറൻസ് എടുക്കണം, ഇവരുടെ ഡിഫറൻസ് എടുക്കണം. ഇവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഇവരുടെ ഡിഫറൻസ് എടുക്കുമ്പോഴോ 15 കിട്ടും അല്ലെ. അപ്പൊ ഇതിനെ റേഷ്യോയിലേക്ക് എഴുതുമ്പോൾ എത്ര വരും? 3:2 എന്ന് വരും അല്ലെ. 3:2. അപ്പൊ ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ എടുക്കുന്നതിന്റെ റേഷ്യോസ് ആണ് സ്പീഡാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് അല്ലെ. നമ്മൾ ഇവിടെ എടുക്കുന്നത് സ്പീഡാണ്. എല്ലായിടത്തും നമ്മൾ എന്ത് തന്നെയാണ് എടുക്കുന്നത്? സ്പീഡാണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഒരിക്കലും ഡിസ്റ്റൻസിന്റെ റേഷ്യോ ആയിരിക്കില്ല, പകരം എന്തായിരിക്കും? ടൈമിന്റെ റേഷ്യോ ആയിരിക്കും. അപ്പൊ ഈ 3:2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ ടൈമിന്റെ റേഷ്യോ ആയിരിക്കും അല്ലെ. ടൈമിന്റെ റേഷ്യോ ആണ്. അപ്പൊ ടൈമിന്റെ റേഷ്യോ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? then the distance between B to C അല്ലെ. ബിയിൽ നിന്നും സിയിലേക്ക് അയാൾ പോയ ദൂരം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തറിയാം? സ്പീഡ് എത്രയാണെന്ന് അറിയാം, ടൈമിന്റെ റേഷ്യോ അറിയാം അല്ലെ. ഇനി ടൈം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടൈം എത്രയാണെന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് എക്സാക്ട് ടൈം എത്രയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യിൽ ഇപ്പൊ റേഷ്യോ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റിനകത്ത് അതിനൊരു ക്ലൂ തന്നിട്ടുണ്ട്. അയാൾ എയിൽ നിന്നും സിയിലേക്ക്, അതായത് അയാൾ ടോട്ടൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, എയിൽ നിന്നും സിയിലേക്ക് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 275 എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. പിന്നെ നമുക്ക് ആവറേജ് സ്പീഡ് എത്രയാണെന്ന് അറിയാം. ആവറേജ് സ്പീഡ് എത്രയാണെന്ന് പറയാം. എത്രയാണ്? 55 ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ടോട്ടൽ ടൈം എത്രയാണെന്ന് കണ്ടുപിടിച്ചുകൂടെ? ദാറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്പീഡ് അല്ലെ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 275 അല്ലേ. അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 55 ആണ് അല്ലെ. 55 ആണ്. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 5 എന്ന് വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 hours. അപ്പോൾ അയാൾ ടോട്ടൽ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 മണിക്കൂറാണ്. 5 മണിക്കൂറാണ് അയാൾ ടോട്ടൽ എടുത്തത്. അപ്പൊ റേഷ്യോ പ്രകാരം 3:2 ആണ് നമുക്ക് ടൈമിന്റെ റേഷ്യോ. അതായത് 5 അവറിൽ 3 അവർ ആയിരിക്കും ആരെടുക്കുന്നത്? എയിൽ നിന്നും ബിയിലേക്ക് പോകാൻ അയാൾ എടുക്കുന്നത്. എയിൽ നിന്നും ബിയിലേക്ക് പോകാൻ അയാൾ എത്ര സമയം എടുത്തു? 3 അവർ എടുത്തു. 5-ൽ 2 അവർ ആയിരിക്കും അയാൾ ബിയിൽ നിന്നും സിയിലേക്ക് പോകാൻ എടുക്കുന്നത്. അപ്പൊ 3 അവറും 2 അവറുമാണ് അയാൾ എടുക്കുന്നത് അല്ലെ. അങ്ങനെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ, അതായത് ബിയിൽ നിന്നും സിയിലേക്ക് പോകാൻ അയാൾക്ക് എത്ര ദൂരം താണ്ടേണ്ടി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ നമുക്ക് അവിടുത്തെ സ്പീഡ് അറിയാം. എത്രയാണ്? 70. നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലെ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്പീഡ് അറിയാം. എത്രയായിരുന്നു? 70 ആയിരുന്നു എന്നറിയാം. ടൈം എന്ന് പറയുന്നത് എത്രയാണെന്നറിയാം? 2 അവർ ആണെന്നും അറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 70 ഇൻറ്റു 2 ദാറ്റ്സ് ഈക്വൽ ടു 140 കിലോമീറ്റർ. 140 കിലോമീറ്റർ ആണ് അയാൾ ബിയിൽ നിന്നും സിയിലേക്ക് പോയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അയാൾക്ക് എടുക്കേണ്ടി വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്ന മിക്സ്ഡ് അലിഗേഷൻ വെച്ച് ചോദിക്കുന്ന ഏകദേശമുള്ള ഒരു ചോദ്യം ഇതാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Ram invested an amount of 8,000 in 2 parts under 2 different banks, Bank A and Bank B. അല്ലെ. ഇതെന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെ. സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഒരു പ്രോബ്ലം ആണിത്. അതായത് റാം എന്ന് പറയുന്ന ഒരു വ്യക്തി 8,000 രൂപ അയാൾ ബാങ്ക് എയിലും ബാങ്ക് ബിയിലുമായിട്ട് എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ. ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അയാൾ ബാങ്ക് എ ഓഫർ ചെയ്ത് എത്ര ശതമാനം പലിശയായിരുന്നു? 11% ബാങ്ക് ബിയോ 6% പലിശയുമായിരുന്നു അയാൾ ഓഫർ ചെയ്തിരുന്നത് അല്ലെ. അതായത് ഒരു വർഷം പെർ ആനം അയാൾക്ക് എത്രയായിരുന്നു? 6% പലിശ, മറ്റേടത്താണെങ്കിൽ 11% പലിശ. അങ്ങനെയെങ്കിൽ thus by he earned a total interest of 3,650 in 5 years. അയാൾ 5 വർഷമായപ്പോഴേക്ക് അയാൾ ഏൺ ചെയ്ത ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3,650 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ബാങ്ക് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെ ഈ മിക്സ്ഡ് അലിഗേഷൻ വെച്ച് ഇത് സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ. അപ്പൊ 8,000 രൂപയാണ് ടോട്ടൽ രൂപ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെ. 8,000 രൂപയായിരുന്നു ടോട്ടൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത രൂപ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബാങ്ക് എയിൽ എത്രയാണ്? 11% പലിശയാണ് അല്ലെ. 11% പലിശയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അതായത് ഇവിടെ നമ്മൾ എന്തെടുത്തു? സിമ്പിൾ ഇൻട്രസ്റ്റ് എടുത്തു. ഇവിടെയും നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എടുക്കണം. ഇവിടെയും നമ്മൾ നടുക്കും എന്ത് തന്നെ എടുക്കണം? സിമ്പിൾ ഇൻട്രസ്റ്റ് എടുക്കണം അല്ലെ. അപ്പൊ നമുക്ക്
ക്വസ്റ്റ്യൻ പ്രകാരം 11% പെർ ഇയറിൽ അയാൾക്ക് ഓഫർ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അത് പ്രകാരം അയാൾക്ക് പെർ ഇയറിൽ ലഭിക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്താൽ മതി? 8,000ന്റെ 11% എടുത്താൽ മതി. 8,000ന്റെ 11% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് മീൻസ് എത്രയാണ്? 880. ദാറ്റ് മീൻസ് 880. ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലോ 6% പലിശ. അതായത് 8,000ന്റെ 6% ആയിരിക്കും അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് എത്ര ആയിരിക്കും? 480 ആയിരിക്കും അല്ലെ. ആദ്യത്തെ കേസിൽ 880 രണ്ടാമത്തെ കേസിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 480. ഇനി നമുക്ക് വേണ്ടത് നടുക്കുള്ള, അതായത് ആവറേജ് എത്ര വരും അയാൾക്ക് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെ. അതിന് നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. 3650 അയാൾക്ക് 5 വർഷത്തേക്ക്. 5 വർഷത്തേക്ക് അയാൾക്ക് വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3650 അല്ലെ. അങ്ങനെയാണെങ്കിൽ 1 ഇയറിലേക്കുള്ള അയാളുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 3650 ഡിവൈഡഡ് ബൈ 5 അല്ലെ. അപ്പൊ എത്ര വരും? 730 വരും അല്ലെ. 730. അപ്പൊ ഈ 730 അയാളുടെ പെർ ഇയറിലുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ കേസിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് 880 ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ 480 ആയിരുന്നു. മീൻ എത്ര ആയിരുന്നു വരുന്നത്? 730 വരുന്നത് അല്ലെ. അപ്പോ നമുക്ക് ഇതൊന്നൊന്ന് വൃത്തിയാക്കിയിട്ട് എഴുതാം. അപ്പൊ 880 ആയിരുന്നു, രണ്ടാമത്തേത് 480, ഇവിടുത്തെ 730 അല്ലെ. ഇനി നമ്മൾ മിക്സ്ഡ് അലിഗേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇത് സോൾവ് ചെയ്തെടുക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ എത്ര കിട്ടും? $280 $150 കിട്ടും അല്ലെ. 250 150 റേഷ്യോ പ്രകാരം എത്ര വരും? 5:3 എന്ന് വരും. 5:3 അല്ലെ. അപ്പൊ 8,000 രൂപയായിരുന്നു ടോട്ടൽ അല്ലെ. അതിനകത്ത് റേഷ്യോ പ്രകാരം 5 പോർഷൻ ആണ്. 8,000ന്റെ 5/5 പോർഷൻ ആണ് അയാൾ എയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. 3rd പോർഷൻ ആണ് അയാൾ എന്ത് ചെയ്തത്? ടോട്ടലിന്റെ 3 ഭാഗമാണ് അയാൾ എന്ത് ചെയ്തത്? ബിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് ഇത് 8,000ത്തെ ഈ റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 5,000 രൂപ വരും. മറ്റടുത്ത് എത്ര വരും? 3,000 രൂപ വരും അല്ലെ. അതായത് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3,000 രൂപയായിരിക്കും. 8,000 രൂപ 5:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്നൊക്കെ കിട്ടും? 5,000 3,000. അയാൾ 5,000 രൂപ അയാൾ എയിൽ ഇൻവെസ്റ്റ് ചെയ്തു, 3,000 രൂപ അയാൾ ബിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ബിയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ 3,000 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ മാൻ ട്രാവൽസ് 496 കിലോമീറ്റർ in 16 hours in 2 different vehicles അല്ലെ. ഇത് നമുക്ക് എന്താ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഒരു പ്രോബ്ലം തന്നെയാണ് അല്ലെ. അപ്പോ ഒരു മനുഷ്യൻ അയാൾ 496 കിലോമീറ്റർ ആണ് 16 അവേഴ്സിൽ 2 വെഹിക്കിൾസിലായിട്ട് ട്രാവൽ ചെയ്തത് അല്ലെ. അപ്പോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ജേർണി, അതായത് അയാളുടെ ജേർണിയുടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അയാൾ ട്രാവൽ ചെയ്തത് ട്രെയിനിലാണ്. ആദ്യത്തെ ഭാഗം അയാൾ ട്രാവൽ ചെയ്തതിലാണ് ട്രെയിനിലാണ് അല്ലെ. അത് എത്ര സ്പീഡിലായിരുന്നു? 34 km/h സ്പീഡിലായിരുന്നു. 34 km/h സ്പീഡിലായിരുന്നു. എന്നാൽ സെക്കൻഡ് പാർട്ട് അയാൾ ട്രാവൽ ചെയ്തത് ബസ്സിലാണ്. അത് എത്രയായിരുന്നു? 26 km/h അല്ലെ. 26 km/h സ്പീഡിലായിരുന്നു അയാൾ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ട് ട്രാവൽ ചെയ്തത് ആണല്ലോ. ഇനി ചോദിച്ചിരിക്കുന്നത് ഹൗ ഫാർ ഡിഡ് ഹി ട്രാവൽ ബൈ ട്രെയിൻ? അയാൾ ട്രെയിനിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സംഭവം വേണം. നമുക്ക് രണ്ടിടത്തും കിട്ടി. ട്രെയിനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പീഡ് എത്രയാണെന്ന് അറിയാം, ബസ്സിലെ സ്പീഡ് എത്രയാണെന്ന് നമുക്കറിയാം. നമുക്കിനി വേണ്ടത് എന്താണ്? ആവറേജ് ആണ് അല്ലെ. ആവറേജ് സ്പീഡ് എത്രയാണെന്ന് നമുക്ക് വേണം. അതിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? അയാളുടെ ട്രാവൽ ചെയ്ത് തന്നിട്ടുണ്ട്. 496 കിലോമീറ്റർ ആണ് അയാൾ ടോട്ടൽ ട്രാവൽ ചെയ്തത്. ടോട്ടൽ ടൈം അയാൾ തന്നിട്ടുണ്ട് അല്ലെ. ടോട്ടൽ അയാൾ ട്രാവൽ ചെയ്ത അയാൾ എടുത്ത ടോട്ടൽ ടൈം എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 496 നമുക്കറിയാം. നമുക്ക് വേണ്ടത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെ. ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? 496 അല്ലെ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അത് എത്രയാണ്? 16 ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 31 എന്ന് വരും അല്ലെ. അപ്പൊ 31 ആണ് ഇവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. 31 ആണ് ഇവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്.
ഇനി ഇവരുടെ ഡിഫറൻസ് എടുത്ത് നോക്കാം. ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? 5:3 എന്ന് വരും അല്ലെ. അപ്പൊ ഇതെന്താണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്? 5:3 എന്ന് പറയുന്നത് എന്താണ് സംഭവം? ഇവിടുത്തെ ടൈമിന്റെ റേഷ്യോ ആണെന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിനെ തന്നെ പറഞ്ഞിരുന്നു. ഇതെന്തായിരിക്കും? ടൈമിന്റെ റേഷ്യോ ആണ്. ഇവിടെ നമ്മൾ സ്പീഡാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് എന്തിന്റെ ആയിരിക്കും? ടൈമിന്റെ റേഷ്യോ ആയിരിക്കും. അപ്പൊ 5:3 ആണ് ഇവിടുത്തെ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കിനി വേണ്ടത് ടോട്ടൽ അയാള് ട്രെയിൻ ട്രാവൽ ചെയ്തപ്പോൾ എത്ര ഡിസ്റ്റൻസ് എടുത്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ടൈമിന്റെ റേഷ്യോ കിട്ടിയുള്ളൂ, നമുക്ക് എക്സാക്ട് ടൈം വേണം അല്ലെ, എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം ടോട്ടൽ ടൈം, അയാൾ സഞ്ചരിച്ച ടോട്ടൽ ടൈം എത്രയാണെന്ന് അറിയാം. എത്രയാണ്? 16 ആണ് അല്ലെ. 16 അവേഴ്സ് ആണ് അയാൾ എടുത്ത ടോട്ടൽ ടൈം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ടോട്ടൽ ടൈം ആയിട്ടുള്ള 16 നമുക്ക് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം, ഈ റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ 5:3 എന്ന് പറയുമ്പോൾ 8 ആണ് അല്ലെ. അപ്പൊ 8 എന്ന് പറയുന്ന റേഷ്യോ ടോട്ടൽ ടൈമിന് ഈക്വലന്റ് ആണ് അല്ലെ. ടോട്ടൽ ടൈം ആയിട്ടുള്ള 16 അവേഴ്സിന് 8 എന്ന് പറയുന്ന റേഷ്യോ ഈക്വലന്റ് ആണ്. അപ്പൊ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലെ. ഒരു റേഷ്യോ 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5:2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 അല്ലെ. 5:2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ 3 റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? 3:2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 അല്ലെ. അതായത് 10 അവേഴ്സും 6 അവേഴ്സും 10 അവേഴ്സും 6 അവേഴ്സും ആയിരിക്കും അവരെടുത്ത ടൈം എന്ന് പറയുന്നത് അല്ലെ. ട്രെയിനിൽ പോയാൽ അയാൾ എടുത്ത എത്ര സമയമായിരുന്നു? 10 അവേഴ്സ് എടുത്തു. ബസ്സിലായിരുന്നപ്പോൾ 6 അവേഴ്സ് അയാൾ എടുത്തു അല്ലെ. ഇനി നമുക്ക് സമയം കിട്ടി, ഇനി നമുക്ക് എന്ത് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി? ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ട്രെയിൻ അല്ലെ. ട്രെയിനിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കും. സ്പീഡ് ഇവിടെ എത്രയാണ്? 34 ആണ് അല്ലെ. 34 ആണ് ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് അല്ലെ. ഇപ്പൊ എത്ര ആയിരിക്കും? 340 കിലോമീറ്റർ ആയിരിക്കും അയാൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തതെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലം ആയിരുന്നു നമ്മളിപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിലേക്ക് കണ്ടത്. നമുക്കിനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. അടുത്തൊരു പ്രോബ്ലമാണ് എ പേഴ്സൺ ബോട്ട് എ ബാറ്റ് ആൻഡ് എ ബോൾ ഫോർ ₹980 അല്ലെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. നമുക്ക് കണ്ടപ്പോൾ അറിയാം എന്തായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബോളും ബാറ്റുമാണ് അയാൾ മേടിച്ചത്. ആകെ മൊത്തം എത്ര രൂപയായി? രണ്ടുകൂടെ മേടിച്ചപ്പോൾ 980 രൂപയായി ആണല്ലോ. അപ്പോൾ അയാള് ബോള് വിറ്റത്, അയാൾ എന്ത് ചെയ്തു? ഈ 2 സാധനം വിറ്റു അല്ലെ. അപ്പൊ ബോള് വിറ്റത് 10% ലോസിനാണ്. ബോൾ വിറ്റത് 10% ലോസിനാണ്. എന്നാൽ ബാറ്റ് വിറ്റതോ 25% പ്രോഫിറ്റിനാണ് അല്ലെ. 25% പ്രോഫിറ്റിനാണ് അല്ലെ. അങ്ങനെ അയാൾ ഈ 2 കച്ചവടം നടത്തിയപ്പോൾ അയാൾക്ക് എന്ത് ചെയ്തു? ഒരു ഓവറോൾ പ്രോഫിറ്റ് കിട്ടും അല്ലെ. ഈ 2 കച്ചവടം നടത്തുമ്പോൾ അയാൾക്ക് ഒരു ഓവറോൾ പ്രോഫിറ്റ് കിട്ടും. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? 15% പ്രോഫിറ്റ് ആണ് കിട്ടിയത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ബാറ്റിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അപ്പൊ നമുക്കറിയാം ബോൾ വിറ്റപ്പോൾ അയാൾക്ക് 10% ലോസ് ആണ് കിട്ടിയത് അല്ലെ. അപ്പൊ ലോസിനെ നമ്മൾ എല്ലായ്പ്പോഴും നെഗറ്റീവിലാണ് സൂചിപ്പിക്കുന്നത്. 10% ലോസ് ആണ്, കുറവാണ് അല്ലെ. അപ്പൊ 10% ലോസ് ആണ് ബോൾ വിറ്റപ്പോൾ അയാൾക്ക് കിട്ടിയത്. എന്നാൽ ബാറ്റ് വിറ്റപ്പോഴോ? ബാറ്റ് വിറ്റപ്പോൾ അയാൾക്ക് കിട്ടിയത് 25% പ്രോഫിറ്റ് ആണ്. അപ്പൊ +25 അല്ലെ. 25% പ്രോഫിറ്റ് ആണ് അയാൾക്ക് കിട്ടിയത്. ആവറേജ് അയാൾക്ക് എത്രയാണ് കിട്ടിയത്? ഓവറോൾ കിട്ടിയത് 15% അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ റേഷ്യോസിന്റെ ഡിഫറൻസ് എടുക്കുക. എടുക്കുമ്പോൾ എത്ര വരും? (2:5) എന്ന് വരും അല്ലെ. അപ്പൊ റേഷ്യോ എത്ര വരും? 2:5 എന്ന് വരും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ബാറ്റിന് അയാൾ എത്രയാണ്, അയാൾക്ക് വന്ന പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ടോട്ടൽ പ്രൈസ് എത്രയാണെന്ന് അറിയാം. എത്രയാണ്? ബാറ്റിനും ബോളിനോട് ആകെ വന്ന പ്രൈസ് എത്രയാണെന്ന് അറിയാം. എത്രയാണ്? 980 ആണ്. അതായത് ഈ റേഷ്യോയുടെ സം എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആയിരിക്കും? 980 ഇക്വലന്റ് ആയിരിക്കും അല്ലെ. അതായത് 7 എന്ന് പറയുന്ന റേഷ്യോ എന്തിന് ഇക്വലന്റ് ആയിരിക്കും? ഇത് രണ്ടു കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും അല്ലെ. 7 എന്ന് പറയുന്ന റേഷ്യോ എത്ര കിട്ടും? 980 ഇക്വലന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു റേഷ്യോ എത്രയായിരിക്കും? 140 ആയിരിക്കും ആണല്ലോ. അപ്പോൾ ഒരു റേഷ്യോ 140 ആയിരിക്കും. 7 എന്ന് പറയുന്ന റേഷ്യോ 980 ആണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 140 ആയിരിക്കും അല്ലെ. ഒരു റേഷ്യോ 140 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആരുടെയാണ്? ബാറ്റിന്റെ അല്ലേ ചോദിച്ചിരിക്കുന്നത്. ബാറ്റിന്റെ പ്രൈസ് എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അതായത് 5 എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. 5 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എത്ര വരും? 140 × 5 ചെയ്യുക. 140 × 5 700.
700 രൂപയാണ് അയാൾക്ക് ബാറ്റിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. എത്രയായിരുന്നു? 700 രൂപയാണ്. 700 രൂപയാണ് ബാറ്റിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഈ പറഞ്ഞ കൂട്ട് മിക്സ്ഡ് അലിഗേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മിക്സ്ഡ് അലിഗേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. കാരണം നമുക്ക് വളരെ ബെനിഫിറ്റഡ് ആയിരിക്കും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പല എന്താ പറയുക ടോപ്പിക്കുകളിൽ നിന്നുള്ള പ്രോബ്ലംസ് ഒക്കെ ഈസിലി സോൾവ് ചെയ്യാനും പറ്റും. സോ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. സോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.